മുസ്ലിങ്ങളെ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സയ്യിദ് ബിൻ ജോർജ് ഉണ്ടല്ലോ, സയ്യിദ് ബിൻ ജോർജ് നേർച്ചച്ചോറ് തിന്നാൻ പാടില്ല എന്ന് മുസ്ലിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി സൂറ 5:3 ഉദ്ധരിച്ചുകൊണ്ട് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ശവം, രക്തം, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത്, ശ്വാസം മുട്ടിച്ചത്തത്, അടിച്ചു കൊന്നത്, വീണ് ചത്തത്, കുത്തേറ്റ് ചത്തത്, വന്യമൃഗം കടിച്ചു തിന്നത് എന്നിവ നിങ്ങൾക്ക് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ജീവനോടെ നിങ്ങൾ അറുത്തത് ഇതിൽ നിന്നൊഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ബലിയർപ്പിക്കപ്പെട്ടതും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു എന്ന് പറഞ്ഞ് ആയത്ത് അവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് സയ്യിദ് ഇബ്നു ജോർജ്. എന്നാൽ അത്രയേ ഉള്ളൂ ആ ആയത്ത്? ഉള്ളോ? അല്ല, അതിൻ്റെ ബാക്കിയുമുണ്ട്. അതിവർ പറയാറില്ല. എന്താ പറയാത്തതെന്ന് അറിയാമോ? അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും വേണ്ട. ആ ആയത്ത് അർത്ഥം അറിയാവുന്ന ഭാഷയിൽ വായിച്ചാൽ മാത്രം മതി, കാര്യം പിടികിട്ടും. ആ കാര്യം പിടികിട്ടും എന്നുള്ളത് കൊണ്ടാണ് സയ്യിദ് ഇബ്നു ജോർജ് ആയത്ത് മുഴുവൻ കൊടുക്കാത്തത്. അബുൽ അഅ്ല മൗദൂദിയുടെ തഫ്ഹീമുൽ ഖുർആനിൽ നിന്നും ആ ഖുർആൻ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുക്കപ്പെട്ടതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തുപോയതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും അനന്തരം ചാകുന്നതിന് മുമ്പ് നിങ്ങൾ അറുത്തിട്ടുള്ളത് ഇതിൽ നിന്ന് ഒഴിവാകുന്നു. പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയറുക്കപ്പെട്ടതും നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അമ്പുകൊണ്ട് ഭാഗ്യം പരീക്ഷിക്കുന്നതും നിഷിദ്ധമാകുന്നു. ഇതെല്ലാം കടുത്ത അധർമ്മമാകുന്നു. ഇന്ന് സത്യനിഷേധികൾ നിങ്ങളുടെ ദീനിനെ സംബന്ധിച്ച് തികച്ചും നിരാശരായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട, എന്നെ ഭയപ്പെടുവിൻ. ഇന്ന് ഞാൻ നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ തികയ്ക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിനെ ദീൻ എന്ന നിലയിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഹിതാഹിത നിയമങ്ങൾ പാലിക്കുവിൻ. വല്ലവനും പാപം ചെയ്യണമെന്ന വിചാരത്തോടെയല്ലാതെ അസഹ്യമായ വിശപ്പ് കൊണ്ട്, ഇനിയുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, അസഹ്യമായ വിശപ്പ് കൊണ്ട് നിർബന്ധിതനായതിനാൽ ഇവയിലേതെങ്കിലും തിന്നേണ്ടി വന്നാൽ നിസ്സംശയം അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. സൂറ 5:3. ഈ അവസാന ഭാഗത്ത് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഒരു മുസ്ലിമിന് 2 നേരം ഭക്ഷണം കിട്ടിയില്ല. രാവിലെയും കിട്ടില്ല, ഉച്ചയ്ക്കും കിട്ടില്ല, വൈകുന്നേരം ആയപ്പോഴേക്കും ഒടുക്കത്തെ വിശപ്പ്, അസഹ്യമായ വിശപ്പ് സഹിക്കാൻ പറ്റാത്തൊരു സ്ഥിതി. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ ആ മുസ്ലിമിനോട് എന്ത് ചെയ്തോളാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്? ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ നാമത്തിൽ അറുത്തതും ശ്വാസം മുട്ടിയോ അടിയേറ്റോ ചത്തതും മുകളിൽ നിന്ന് താഴോട്ട് വീണ് ചത്തതും തമ്മിൽ കുത്തിച്ചത്തതും ഹിംസ്രജന്തുക്കൾ പരിക്കേൽപ്പിച്ചതും പ്രതിഷ്ഠകൾക്ക് വേണ്ടി ബലിയെറുക്കപ്പെട്ടതും എന്ന് വേണ്ട കണ്ണി കണ്ട എന്തും തിന്നോളാനാണ് അല്ലാഹു മുസ്ലിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. വിശപ്പുണ്ടെങ്കിൽ ശവം വേണമെങ്കിലും നിങ്ങൾ തിന്നോന്ന്. വിശപ്പില്ലാത്തപ്പോൾ ചുമ്മാ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ശവവും രക്തവും പന്നിമാംസവും ചത്തതും ചീഞ്ഞതൊന്നും തിന്നരുത്. വിശപ്പുണ്ടെങ്കിൽ മാത്രമേ തിന്നാവൂ എന്നാണ് പ്രമാണത്തിൽ പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു, മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ ചാണകവും മൂത്രവും നജസല്ല, അത് മുസ്ലിങ്ങൾക്ക് ഹലാലാണ്, അത് കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന്. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്? വിശപ്പുണ്ടെങ്കിൽ പന്നിമാംസവും മുസ്ലിങ്ങൾക്ക് ഹലാലായി മാറും. പന്നിമാംസം ഹലാലാവും. അസഹ്യമായ വിശപ്പാണ്, കഴിക്കാൻ വേറൊന്നും കിട്ടുന്നില്ല, പന്നിമാംസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഹലാലാണ്, നിങ്ങൾ കഴിച്ചോന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ ചാണകവും മൂത്രവും ഹലാലാണ്, മുസ്ലിങ്ങൾക്ക് അതും കഴിക്കാമെന്നുള്ള പ്രമാണം വെച്ച് നോക്കുമ്പോൾ പന്നിമാംസം പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. വിശപ്പ് വന്ന സമയത്ത് പന്നി ഹലാലാണ്, പക്ഷെ പന്നിമാംസം കിട്ടാനില്ല, പന്നിക്കാട്ടം മാത്രമേ കിട്ടാനുള്ളൂ എന്ന സ്ഥിതിയിലാണെങ്കിലോ മുസ്ലിങ്ങൾക്ക് പന്നിപ്പാട്ടവും കഴിക്കാം, അവർക്കത് കഴിക്കാമെന്നേ. മുസ്ലിങ്ങൾക്ക് പന്നിക്കാട്ടവും കഴിക്കാം, ഒരു കുഴപ്പമില്ല. പ്രമാണമാണ് പറയുന്നത്, നമ്മളാരുമല്ല. മാംസം കഴിക്കാൻ അനുവാദമുള്ള മൃഗങ്ങളുടെ കാട്ടവും മൂത്രവും കഴിക്കാം. വിശപ്പ് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ ഭക്ഷണം കിട്ടാനില്ലെങ്കിൽ പന്നിമാംസവും ഹലാലായി മാറും. ആ സമയത്ത് പന്നിമാംസവും കിട്ടാനില്ല, പന്നിക്കാട്ടം മാത്രമേ കിട്ടാനുള്ളെങ്കിൽ അത് കഴിച്ചോളാം. ഞങ്ങളാരും പറയുന്നൊന്നുമല്ല, ഇത് നിങ്ങളുടെ പ്രമാണം പറയുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഗതികെട്ട ദയനീയാവസ്ഥ ഉള്ളത് കൊണ്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ സൂറ 5:3 ഉദ്ധരിക്കുമ്പോൾ അത് പൂർണ്ണമായി ഉദ്ധരിക്കാതെ അവർക്ക് പ്രശ്നമുണ്ടാകുന്ന ഭാഗം നൈസായിട്ട് അങ്ങ് വെട്ടിമാറ്റുന്നത്. ഇത് ഇവരുടെ പണ്ടേയുള്ള ശീലമാണ്. ഖുർആൻ പലവട്ടം എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ, പലവട്ടം തിരുത്തിയിട്ടുണ്ട്. ഇവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗങ്ങളൊക്കെ ഇവന്മാർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ്റെ ക്രോഡീകരണ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കാണാം, രസമാണ്. കുറേ സാധനം കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലും അങ്ങനെ തന്നെ അവർ ചെയ്യണം. ആ ആയത്ത് പറയുമ്പോൾ മൊത്തം പറയില്ല, അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഭാഗം അങ്ങ് കളയും. വിശപ്പുണ്ടെങ്കിൽ ശവവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടതൊക്കെ തിന്നോ എന്ന് മുസ്ലിങ്ങളോട് ഖുർആൻ പറയുന്നത് ഈ ഒറ്റ ഒരു ആയത്തിൽ മാത്രമല്ല കേട്ടാ, വേറെയും കുറേ ഇടങ്ങളിൽ ഇത് തന്നെ പറയുന്നുണ്ട്. ചിലത് ഞാൻ വായിക്കാം.
സൂറ 2:173. ശവം, രക്തം, പന്നിമാംസം അല്ലാഹു അല്ലാത്തവർക്കായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്നിവ മാത്രമേ അവൻ നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. ഇനി ആരെങ്കിലും നിഷിദ്ധമായത് ഭക്ഷിക്കുവാൻ നിർബന്ധിതനായി തീർന്നാൽ അവൻ്റെ മേൽ കുറ്റമില്ല. എന്നാൽ അവൻ നിയമലംഘനത്തിന് മുതിരാതിരിക്കുകയും അനിവാര്യതയുടെ പരിധി കവിയാതിരിക്കുകയും വേണം. തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സൂറ 2:173. ഇനി സൂറ 16:115. ശവം, ചോര, പന്നിമാംസം, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട ജന്തുക്കൾ ഇവയാണ് അല്ലാഹു നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിട്ടുള്ളത്. എന്നാൽ വല്ലവനും വിശപ്പിനാൽ നിർബന്ധിതനായി ഗത്യന്തരമില്ലാതെ ഈ വസ്തുക്കൾ ആഹരിച്ചാൽ അവൻ ദൈവിക നിയമങ്ങളോട് ധിക്കാരം ഭാവിക്കാത്തവനും അനിവാര്യതയുടെ അതിര് വിട്ട് കടക്കാത്തവനുമാണെങ്കിൽ അപ്പോൾ നിശ്ചയമായും അല്ലാഹു മാപ്പരുളുന്നവനും ദയാപരനുമാകുന്നു. സൂറ 16:115. ഇനി സൂറ 6:145. പ്രവാചകനെ അവരോട് പറയുക, എനിക്ക് ലഭിച്ചിട്ടുള്ള ദിവ്യ സന്ദേശത്തിൽ ഭക്ഷിക്കുന്നവന് നിഷിദ്ധമാക്കപ്പെട്ടതായി ഒന്നും ഞാൻ കാണുന്നില്ല. അത് ശവമോ ഒഴുക്കപ്പെട്ട രക്തമോ പന്നിമാംസമോ ആയാലല്ലാതെ. ഇവ അശുദ്ധങ്ങളാകുന്നു. അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ട് കുറ്റകരമായി തീർന്നതും അല്ലാതെ. ഇനി ഒരാൾ നിർബന്ധിതാവസ്ഥയിൽ ധിക്കാരം ഉദ്ദേശിക്കാതെയും നിർബന്ധിതമായതിനപ്പുറം കടക്കാതെയും ഇവയിൽ വല്ലതും ഭക്ഷിക്കുകയാണെങ്കിൽ അപ്പോൾ തീർച്ചയായും നിന്റെ നാഥൻ വിട്ടുവീഴ്ച ചെയ്യുന്നവനും ദയാപരനുമാകുന്നു. സൂറ 6:145.